വൈകുന്നേരം ഒരു 6, 6:30 ആയിട്ടുണ്ടാവും ട്ടോ. ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തോന്നല് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന്. അപ്പോഴാ ചേട്ടായി പറയണത് എന്നാൽ നമുക്ക് ലുലു മാളിലൊന്ന് പോയാലോ? ലുലു മാളിലാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓഫറൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ചുമ്മാ ബാ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ സമയം ഇപ്പോൾ ദേ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് ട്ടോ. ഞങ്ങളിങ്ങനെ ഡ്രസ്സ് മാറി ദേ ഡിയോട്ടിൻ്റെ ചെരുപ്പൊക്കെ ഇടിയിപ്പിച്ച് എന്നാൽ പിന്നെ പോയേക്കാമെന്ന് പറഞ്ഞ് റെഡിയായിട്ട് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ദേ പുള്ളിക്ക് പുറത്ത് പോകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളാരെങ്കിലും പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. എന്നെ വന്ന് ചിരിച്ച് കാണിച്ച് സൂപ്പിടുന്ന കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ നേരത്ത് ഞങ്ങൾക്ക് ഹെൽമെറ്റ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ മാത്രം കേട്ടോ ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ദേ ഡ്രസ്സും മാറി ദേ യാത്ര തുടങ്ങി കേട്ടോ. ഡിയോൻകുട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എവിടെയെങ്കിലും ആൾക്കൊന്ന് കറങ്ങാൻ പോയാൽ മതി. അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കുട്ടികളെല്ലാം തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അവർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കുമല്ലോ. അങ്ങനെ ദേ ഞങ്ങൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. സൺഡേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ നമ്മുടെ ഈ പെരുന്നാൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല ഓഫറുകളുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയായിട്ട് ഈ കാണുന്നത് ബാത്ത് ടവല്, കിച്ചൺ ഐറ്റംസ്, അങ്ങനെ കുറേ. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ള ഫോൾഡിങ് ടേബിൾസ്, പിന്നെ ബാസ്ക്കറ്റുകൾ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നേ. ഇതൊക്കെ നല്ല ഓഫറിൽ കിടക്കുന്ന ഐറ്റംസ് ആട്ടോ. നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അത്യാവശ്യം എല്ലാം തന്നെ 50% ഓഫ്, 20% ഓഫ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ സ്പിൻ മോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്പിൻ മോപ്പൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ടായിരുന്നു. പിന്നെ പ്രസ്റ്റീജിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ ലുലു മാളിൻ്റെ തന്നെ സ്പിൻ മോപ്പുണ്ടേ, അതൊക്കെ 599 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടെയ്നർ, എനിക്കിത് ഭയങ്കര വർത്തായിട്ട് തോന്നി കേട്ടോ. ഒരു 5 കണ്ടെയ്നറാട്ടോ ഇത് വരുന്നത്. ഈ 5 കണ്ടെയ്നേഴ്സിന് പല സൈസിലുള്ളത് അത് 199 റുപ്പീസ് ആയിരുന്നേ. ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്പിൻ മോപ്പ്. സ്പിൻ മോപ്പ് നല്ല ഓഫറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല സ്പിൻ മോപ്പ്, നമുക്കത് ബൈ വൺ ഗെറ്റ് വണ്ണിൽ കിടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് വർത്തായിട്ട് തോന്നിയത്, പിന്നെ ഞാൻ കുറേ അരിപ്പയുടെ സെറ്റൊക്കെ കണ്ടായിരുന്നേ. അതൊക്കെ നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ കാസ്ട്രോൾസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നേ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ലുലുവിൻ്റെ സ്പിൻ മോപ്പ്. ഇത് പല സൈസ് ഉണ്ട്. 599 റുപ്പീസിൻ്റെ ആണെങ്കിൽ സൈസ് ചെറുതായിരിക്കും, പക്ഷെ നല്ല കേട്ടോ. നമ്മൾ ആദ്യം കണ്ട കണ്ടെയ്നേഴ്സിൽ നിന്ന് വേറൊരു കണ്ടെയ്നർ ടൈപ്പ് ആട്ടോ ഇത് കുറച്ചും കൂടി വലിയ കണ്ടെയ്നേഴ്സ് ആട്ടോ. പിന്നെ കുറേ കുക്കറുകൾ, പിന്നെ ഡിന്നർ സെറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ ആദ്യം ഒരു അരിപ്പയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതാട്ടോ ഞാൻ പറഞ്ഞ അരിപ്പ. ഇത് 3 ആട്ടോ വരണേ, പല സൈസിലാട്ടോ വരണേ. ഇത് 99 റുപ്പീസിനാട്ടോ വരുന്നത്. ഇതൊക്കെ എനിക്ക് നല്ല വർത്തായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലോട്ടാട്ടോ. പോണ വഴിക്ക് നമ്മുടെ ഡിയോനെ ഞാനൊരു ട്രോളിയിലാക്കി കേട്ടോ. കാരണം ആളെ കൈ പിടിച്ചുകൊണ്ട് നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്ത് ചെയ്താൽ നമ്മുടെ കൈ വിട്ടിട്ട് ഓട്ടം തന്നെ ഓട്ടമായിരുന്നു. അപ്പോൾ ട്രോളിയിലാണെങ്കിൽ ആൾ കുറച്ച് നേരം ട്രോളിയിൽ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുക കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്നോട് പറയുമായിരുന്നു, ബാടി നമുക്ക് പോവാം, വേറെ എവിടെയെങ്കിലും പോവാമെന്ന് പറഞ്ഞു. കാരണം ആൾക്ക് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ വയ്യാണ്ടായിട്ടോ. നമ്മൾ കയറുമ്പോൾ ഉള്ള കുറേ വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. കാരണം ഭയങ്കര തിരക്കായിരുന്നേ. ഈ തിരക്കിനിടയിൽ നമുക്ക് ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റണില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ ഒരു സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഏരിയ ആട്ടോ ഈ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സോ അങ്ങനെയുള്ള ബോക്സുകൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നേ. 50% ഓഫർ ഉണ്ടായിരുന്നേ. പിന്നെ വരുന്ന കുട്ടികളുടെ ബാഗൊക്കെ ഇല്ലേ, അതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ക്രയോൺസ്, പിന്നെ നമ്മുടെ ബുക്സൊക്കെ 20% വരെ ഓഫ് ഉണ്ടായിരുന്നേ. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡിയോൻകുട്ടൻ ട്രോളിയും കൊണ്ട് ഉന്തിപ്പോയി ഫിഷിൻ്റെ അടുത്ത് പോയി നിന്നായിരുന്നേ. ഈ ഫിഷിൻ്റെ ചെറിയൊരു അക്വേറിയമാണ് ഈ കാണുന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 220 രൂപ കേട്ടോ ഒരെണ്ണത്തിന് വരണം. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് ചെറിയ ഷോപ്പുകളിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത്. ഫിഷിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ട്രോളിൽ നിന്ന് ഇറങ്ങി അതിലായിട്ട് കളി. പിന്നെ കുറച്ച് നേരം അവനെ അതിലൊന്ന് കളിപ്പിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ കൗണ്ടറിലോട്ടാട്ടോ പോയിട്ട്. അവിടെ പോയപ്പോൾ നല്ല നീല മാമ്പഴം ഉണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു അത് മേടിച്ചാലോ കുറച്ചെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആ മാമ്പഴം മേടിച്ചു. പിന്നെ അവിടെ നിന്ന് ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ മേടിച്ച് ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല, നല്ല തിരക്കാണേ. അതുകൊണ്ട് തന്നെ കുറേ നേരം ബില്ലിൽ നിന്നാലാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് ബില്ലടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ
അങ്ങനെ പതിയെ ഞങ്ങൾ ദേ ബില്ലിൻ്റെ കൗണ്ടറിലോട്ട് പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നല്ലതായിട്ട് നിൽക്കേണ്ടി വന്നേ. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. ഇതാട്ടോ ഞങ്ങൾ മേടിച്ച ഐറ്റംസ്. ഞങ്ങൾ അത്യാവശ്യം ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ചില്ലേ, ജസ്റ്റ് നൂഡിൽസും പിന്നെ കൊറിയൻ ചിക്കനും പിന്നെ നമ്മുടെ ഒരു മിക്സ് ഓൺ എന്ന് പറഞ്ഞൊരു സാലഡ് ഉണ്ടായിരുന്നേ. നമുക്കിഷ്ടമുള്ള ഐറ്റംസ് മിക്സ് ഓൺ ചെയ്തെടുക്കാം. അപ്പോൾ ആ സാലഡ് മേടിച്ചേ. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവശാ ഇതൊന്നും തിന്നിട്ടും വിശപ്പ് മാറിയില്ലെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന് ഓർത്താട്ടോ മേടിച്ചത്. പക്ഷേ നൂഡിൽസ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഞങ്ങളുടെ വയറെല്ലാം ഫില്ലായി കേട്ടോ. ഡിയോൻകുട്ടനെ കണ്ടോ, ഇതിനു മുന്നേ നല്ലൊരു കരച്ചിലായിരുന്നേ. കാരണം പിള്ളേരുടെ കിഡ്സിൻ്റെ ഏരിയ അപ്പുറം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ കാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഫുഡിൻ്റെ ആവശ്യമില്ലല്ലോ, ഫുഡ് വേണ്ടല്ലോ, ഫുഡ് കഴിക്കത്തില്ലല്ലോ. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇത്തിരി ഫുഡ് എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ കിഡ്സിൻ്റെ ഏരിയയിലോട്ട് പോയാൽ അത്യാവശ്യം കുറച്ച് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്താലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നൂഡിൽസ് അവന് ഒരു പാത്രത്തിലിട്ട് കൊടുത്തേ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഞങ്ങൾ കിഡ്സിൻ്റെ ഏരിയയിലോട്ട് പോവാം കേട്ടോ. ഈ ഒരു കാർ അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു പോലീസിൻ്റെ കാറാണ്. നല്ല രസമുണ്ട്, നല്ല സൗണ്ടും അതുപോലെ തന്നെ നല്ല ലൈറ്റിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ലൈറ്റും നല്ല സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമല്ലോ. ആളെ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഏത് ഇറങ്ങത്തില്ല കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം നമ്മളിങ്ങനെ കൊച്ചിന് ഓരോരോ കാറുകളും ജീപ്പും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നല്ലോ, എയറോപ്ലെയിനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിലൊക്കെ കയറ്റി കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ. കാരണം ആൾക്ക് ഇവിടെ വന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടം വരെ ഇങ്ങനെ ഉണ്ടല്ലോ, ഏതിൽ വേണേലും കയറി നമുക്കിങ്ങനെ കളിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളി കുറേ എണ്ണത്തിലിങ്ങനെ കയറി കളിച്ച്. പക്ഷെ എന്നാലും ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പോലീസിൻ്റെ ഒരു വണ്ടിയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സമയം പോണതേ അറിയില്ല ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പ്രകാരത്തിലാട്ടോ നമ്മുടെ ഡിയോൻകുട്ടനെ ഒന്ന് പുറത്തിറക്കിയത്. ഭയങ്കര കരച്ചിലായിരുന്നേ. അവിടെ വിട്ട ആൾ വരില്ലായിരുന്നു. കാരണം പിള്ളേരുടെ കാര്യം അറിയാമല്ലോ, അവർ പാർക്കിൽ പോയാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാലും ഭയങ്കര പാടായിരിക്കും പിന്നെ അവരെ കൊണ്ടുവരാനായിട്ട്. ഇപ്പം തന്നെ മണി 11:30 12 മണിയായിട്ടോ. ഇനി എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയും വൈകി കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പ്രകാരത്തിൽ മോനെടുത്ത് പൊക്കിക്കൊണ്ട് പോകണേട്ടോ കാണുന്നത്. പിന്നെ ഒരു ദിവസം വരാട്ടോ എന്ന് പറഞ്ഞിട്ട് പോകണയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ ഇവിടെ തീരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം കേട്ടോ.